ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ, ഫോർ മൈ ഗ്രാജുവേഷൻ ഡേ. അപ്പോൾ എൻ്റെ ഗ്രാജുവേഷനൊക്കെ ഇവിടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായി. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. പോസ്റ്റ് ചെയ്യാൻ നിന്നാണ് എനിക്ക് അതിനൊരു സാവകാശം കിട്ടിയത്. അപ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ 2 വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഒന്ന് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയും, 2 എൻ്റെ ഗ്രാജുവേഷൻ്റെ വ്ളോഗുമായിട്ട് പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒരു ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ 1 മിനിറ്റ് നിൽക്കുന്ന വീഡിയോ അല്ല. അപ്പോൾ ഞാൻ ഓർത്ത് തന്നപ്പോൾ ഇത് വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ലാൻഡ് സ്ലൈഡ് വെച്ചൊന്നും അല്ല വീഡിയോ എടുത്തത്. അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് എൻ്റെ ഗ്രാജുവേഷൻ്റെ വ്ളോഗും വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. അപ്പോൾ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് പോയാലോ? വായോ. അപ്പോൾ ഇതേ മേക്കപ്പൊക്കെ തുടങ്ങുന്നതിന് മുന്നിട്ട് ഞാൻ സിമ്പിളിൻ്റെ ഒരു ഗ്ലോ ഷീറ്റ് മാസ്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പ്ലസ് വൈറ്റമിൻ സിയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഒക്കെ നമ്മുടെ സ്കിന്നിന് തരും. അപ്പോൾ ഞാൻ പൊതുവേ അങ്ങനെ ഇതേപോലെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോഴാണ് മേക്കപ്പൊക്കെ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ ഇതേപോലെ ഒരു ഷീറ്റ് മാസ്ക് വെച്ച് കൊടുക്കുക, നല്ലതാണ്. ഇതൊരു 15 മിനിറ്റ്സാണ് വെക്കേണ്ടത്. വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് പതുക്കെ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ എക്സസ് സീറോ ഒക്കെ നമ്മുടെ ഫേസിലുണ്ടാവും. അതൊന്ന് അബ്സോർബ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിലങ്ങ് അബ്സോർബ് ആവും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ലെൻസ് വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കണ്ണിൽ ലെൻസ് വെച്ച് കൊടുക്കാം. എനിക്കിത് ഭയങ്കര ഒരു ടാസ്ക്കാണ് സാധാരണ. പക്ഷേ അന്ന് എന്താ അറിയില്ല, ആദ്യമായിട്ട് എനിക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ എനിക്ക് ലെൻസ് എൻ്റെ കണ്ണിനുള്ളിൽ വെക്കാൻ പറ്റി. ആദ്യമായിട്ടാണെന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ അത് അടുത്ത കണ്ണിൽ നമ്മൾ ലെൻസ് വെച്ച് കൊടുത്തു. അങ്ങനെ സെറ്റായി. അങ്ങനെ 2 കണ്ണുനീർത്തുള്ളികളൊക്കെ ഞാൻ ഒഴുക്കി. ലെൻസ് വെച്ചാൽ എന്തായാലും കരയണമല്ലോ. അങ്ങനെ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ സ്കിൻ കെയറിൽ നിന്ന് തുടങ്ങുകയാണ്. ആദ്യം നമ്മൾ ടോണർ, നമ്മുടെ ബൾഗേറിയൻ റോസ് വാട്ടറിൻ്റെ അല്ല, ഡോട്ട് ആൻഡ് കീൻ്റെ ടോണർ ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ നമ്മുടെ സിമ്പിളിൻ്റെ ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് മോയ്സ്ചറൈസറാണ്, മോയ്സ്ചറൈസറും ഇട്ട് കൊടുത്തു. ബേസിക് ആയിട്ടുള്ള എല്ലാ സ്കിൻ കെയറും ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ മേക്കപ്പിലോട്ട് പോകുന്നത്. ഇനി അടുത്തത് നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വെയിലുണ്ടെന്ന്, വൈകുന്നേരം ആയി എന്നാലും നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഡെമോക്കോൻ്റെ സൺസ്ക്രീനാണ്, അതും നന്നായിട്ട് ഫേസിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതൊരു 2-in-1 പ്രോഡക്റ്റാണ് കേട്ടോ. നമ്മുടെ മാക്കിൻ്റെ പ്രോഡക്റ്റാണ്. നമുക്ക് പ്രൈമറായിട്ടും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ എല്ലാ മേക്കപ്പും കഴിഞ്ഞിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പ്രൈമറായിട്ട് സൺസ്ക്രീനിൻ്റെ പുറത്തൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഖത്ത്. ഇനി അതൊന്ന് ഡ്രൈ ആവണം. ഡ്രൈ ആയിക്കഴിഞ്ഞ് നാസിൻ്റെ ഫൗണ്ടേഷനാണ്. അത് ഞാൻ ഒരു ഡ്രോപ്പ് എടുക്കുള്ളൂ കേട്ടോ. എനിക്ക് ഒരുപാട് ഫൗണ്ടേഷനൊന്നും അങ്ങനെ ഇങ്ങനെ പെയിൻ്റ് അടിക്കുന്ന പോലെ എനിക്കിഷ്ടമല്ല. ഞാനങ്ങനെ ചെയ്യാറുമില്ല. ഇതേപോലെ വല്ലപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ഡോട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അത് തന്നെ നമുക്ക് ഇത്രയും തന്നെ കിട്ടും കേട്ടോ. പിന്നെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്പഞ്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് ഞാൻ നന്നായിട്ട് നനച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സ്പഞ്ചിൽ ചെറിയൊരു നനവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ബ്ലെൻഡായിട്ട് ഇട്ടു കേട്ടോ ഫൗണ്ടേഷനൊക്കെ. അപ്പോൾ ഞാൻ മുഖത്തൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം സെറ്റാക്കി വെച്ചു. അതിന് ശേഷം ഇനി നമുക്കിത് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ഐബ്രോ പാലറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഡാർക്ക് ഷെയ്ഡ് നോക്കിയെടുത്ത് ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ മറ്റേ നമ്മുടെ ഒരു പ്ലെയിൻ മസ്കാര ഉണ്ട്. മീൻസ് നമ്മുടെ ഐബ്രോയിൽ തന്നെ ചെയ്യുന്നൊരു പ്ലെയിൻ മസ്കാര എനിക്ക് ഈ ഐബ്രോ പാലറ്റിനോട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഐബ്രോ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഈ പ്ലെയിൻ മസ്കാര വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കും, കുറേ ലാസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ അത് വെച്ചിട്ട് 2 പിരികവും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് മേക്കപ്പൊക്കെ ചെയ്യുന്നത്. ഇൻ കേസ് ഞാൻ കഴിഞ്ഞ ഓണത്തിനൊക്കെ മേക്കപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ജസ്റ്റ് ഫൗണ്ടേഷനും ഇട്ട് പൗഡറും ഇട്ട് ലിപ്സ്റ്റിക്കും ഇട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഇന്ന് ഞാൻ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഡീറ്റെയിൽഡായിട്ടൊരു മേക്കപ്പ് തന്നെ ചെയ്യുകയാണ്. ഞാൻ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. എനിക്കാകെ കൺഫ്യൂഷനാണ് ഏത് കളർ യൂസ് ചെയ്യണം, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ കളർ ചെയ്താൽ ഭംഗിയായിട്ടിരിക്കും, ഇതൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്കിഷ്ടപ്പെട്ട 2 കളർ ചൂസ് ചെയ്തു. ഒരെണ്ണം ഒരു ഗ്ലിറ്ററോട് കൂടിയുള്ളൊരു കളറായിരുന്നു, അല്ലാത്തത് ഒരു പിങ്കിഷ് കളർ. അത് ആദ്യം ആ പിങ്ക് കളർ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ആ ഗ്ലിറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കണ്ണിൽ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഒരു ഭംഗിയൊക്കെ ഉണ്ട് മതി എന്നൊക്കെ. ഒരുപാട് ഓവറായാലോ എന്നൊക്കെ പേടിയായിരുന്നു ഓരോന്നും ചെയ്യുമ്പോൾ. അറിയില്ലല്ലോ ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് നല്ല കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ കണ്ണെഴുതാതെ നമുക്ക് എന്തൊരുക്കമല്ലേ. അപ്പം ഞാൻ അതേ സാധാ പോലെ എൻ്റെ കണ്ണെഴുതുന്ന പോലെ തന്നെ കാജൽ വെച്ചിട്ട് കണ്ണിൻ്റെ താഴ്വശം നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. വാട്ടർ ലൈനിൽ എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹിമാലയയുടെ തന്നെ കാജലാണ് കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ താഴെ എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഐലൈനർ വെച്ചിട്ട് മുകളിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ക്യാമറ നോക്കിയൊന്നും എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മുകളിൽ എഴുതിയത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മുകളിൽ ഞാൻ ഐലൈനർ വെച്ച് എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു എന്താ പറയേണ്ടത്, എൻ്റെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് വെച്ചിട്ട് ഞാനൊരു ചീക്ക് ടിൻ്റ് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബ്ലഷ് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതും എനിക്കിതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല, എന്താ അറിയില്ല, വീഡിയോ ഓൺ അല്ലായിരുന്നു എന്ന് തോന്നുന്നത്, എനിക്ക് മിസ്സായിപ്പോയി. പിന്നെ എല്ലാ മേക്കപ്പിൻ്റെ ലാസ്റ്റ് ഈ പൗഡർ എനിക്കിതുപോലെ ഇട്ടില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. എനിക്ക് എൻ്റെ മുഖം ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുന്ന പോലെ തോന്നും. പൗഡർ ഇട്ട് കഴിയുമ്പോഴാണ് ഒന്ന് സെറ്റായിട്ടിരിക്കുന്നൊരു ഫീൽ എനിക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ അതേ നമ്മുടെ ലിപ് ബാമാണിത്, ഹിമാലയയുടെ അല്ല മാമാർത്തിൻ്റെ ലിപ് ബാമാണ്, അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഈ സെറ്റിംഗ് സ്പ്രേ, മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ചു കൊടുത്താൽ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, അത് ലാസ്റ്റ് ഇടുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇനി ഒന്ന് ഡ്രൈ ആവണം. ഡ്രൈ ആയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ. ഇതാണ് എൻ്റെ ഗ്രാജുവേഷന് ഞാൻ എടുത്ത ഡ്രസ്സ്, ഇവിടുന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ്. അതെ, അതും നമ്മളിട്ട് ഡ്രസ്സും ഇട്ട് സെറ്റായിട്ടുണ്ട്. ഒരു നേവി ബ്ലൂ ആണ്, ബ്ലാക്ക് അല്ല കേട്ടോ. ഇതിനകത്ത് ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊരു നേവി ബ്ലൂ ആണ്, നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സും ഇട്ട് സെറ്റായി. അങ്ങനെ നമുക്കിതേ മാല മാറ്റാം. എനിക്കറിയാം ഈ ഒരു ഡ്രസ്സിന് നമ്മൾ വലിയ നെക്ലസ് ഒന്നും ഇടില്ല. ആക്ച്വലി ഇതിന് വലിയൊരു ഇയറിങ്സ് മാത്രം മതി. പക്ഷേ എനിക്ക് മാല ഇടാണ്ട് ഒരു സുഖമില്ല. അപ്പം അങ്ങനെ ഞാൻ ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു നെക്ക് പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ ഇയറിങ്സ് ഇട്ടു. അങ്ങനെ നമ്മളെല്ലാം ഇട്ട് റെഡിയായി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഞാൻ ഐലാഷസ് വാങ്ങിയിരുന്നു കേട്ടോ. ഐലാഷസൊക്കെ ഞാൻ ആദ്യമായിട്ടല്ല, എൻ്റെ ഒരു നാട്ടിൽ പോയപ്പോൾ എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു, അന്ന് ഞാൻ ഐലാഷ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ആ ചേച്ചിയാണ് വെച്ചതെന്ന് ഒരുക്കിയ ചേച്ചി. പക്ഷേ ഇത് ഞാൻ സ്വന്തമായിട്ട് വെക്കണം. എനിക്കൊരെത്തും പിടിയില്ല, എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ അന്ന് ഫോട്ടോഷൂട്ടിന് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്, അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷേ എങ്ങനെ വെക്കണം, എന്ത് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ശ്രമിച്ചു കേട്ടോ കുറേ, പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, തൊട്ടപ്പുറത്ത് റൂമിലുള്ള കുട്ടീനെ വിളിച്ചു കേട്ടോ. അവൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ്, അപ്പോൾ അവൾ വെച്ച് തരാമെന്ന് പറഞ്ഞു. നമുക്ക് അതിനകത്ത് തന്നെ അതിൻ്റെ ഗ്ലൂ ഉണ്ട്, അപ്പോൾ ആ ഗ്ലൂ അതിനകത്ത് ആക്കിയിട്ട് കണ്ണിൽ ഒട്ടിച്ചാൽ മതി. പക്ഷേ എനിക്ക് എന്തൊക്കെയോ കോൺഫിഡൻസ് കുറവായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ വെച്ചിട്ടൊന്നും ഇല്ലല്ലോ, ഇനി അതാവണം, എന്നെക്കൊണ്ട് പറ്റിയില്ല. അപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ എനിക്ക് വെച്ച് തരും 2 കണ്ണിലും. അങ്ങനെ ഞങ്ങളത് എന്തൊക്കെയോ പറഞ്ഞിരിക്കുക. എനിക്ക് എന്തൊക്കെ സംശയങ്ങളാണെന്നറിയോ, വെച്ചാൽ ഊരിപ്പോവോ, കാറ്റടിച്ചാൽ പറന്നു പോവോ, പുറത്തിറങ്ങുമ്പോൾ താഴെ വീഴോ, എന്തൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടല്ല, ഒരു വട്ടം വെച്ചിട്ടുണ്ട്. പക്ഷേ അന്നും ഇതേപോലെ എനിക്ക് ഭയങ്കര ഇങ്ങനെ കുറേ ഊരിപ്പോവോ താഴെ പോകുന്നൊക്കെ സംശയങ്ങളായിരുന്നു. അതേപോലെ ഞാനിപ്പോൾ അവളോടും ചോദിച്ചുകൊണ്ടിരിക്കുക, ഊരിപ്പോവോ, നല്ല ഒട്ടിയിരിക്കുമോ, പകുതിക്ക് വെച്ചിട്ട് താഴെ പോവോ എന്നൊക്കെ. അങ്ങനെ അവൾ 2 കണ്ണിലും അത് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഒരു വിഷറി, സത്യമാണ്, ചിലർ കളിയാക്കി പറയും വിഷറി എന്നൊക്കെ, പക്ഷെ ഉള്ളതാണ്. കണ്ണിൽ വയ്ക്കുമ്പോൾ എന്തോ ഒരു ഓലമടലൊക്കെ എടുത്ത് വെച്ചൊരു ഫീലാണ് കണ്ണിൽ. പക്ഷെ ഒരു നമ്മുടെ കണ്ണിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഐലാഷസൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞാൻ ലാഷസൊക്കെ വെച്ചു, അങ്ങനെ സെറ്റായിട്ടുണ്ട്. എൻ്റെ സംശയം കാരണം വീണ്ടും അവൾ നോക്കുകയാണ് കേട്ടോ, ഇളകി പോകുന്നുണ്ടോ, ഒട്ടിയോ എന്നൊക്കെ. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവ് മീൻസ് എനിക്ക് പേടി, ഇത് ഇളകിപ്പോകുമോ, സെറ്റായിട്ടിരിക്കുമോ, പകുതിക്ക് പോകുന്ന വഴിക്ക് കാറ്റടിച്ചാലും കാണാൻ പറന്നു പോവോ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് പുറത്ത് സൈഡിൽ നിന്ന് ഇങ്ങനെ തെള്ളി നിൽക്കുന്നു എന്നൊക്കെ. അങ്ങനെ ഞാൻ ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണം, അത് മാത്രം നമ്മൾ ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഇനി പാർട്ടി ആണെങ്കിലും പാർട്ടി അല്ലെങ്കിലും പൊതുവേ അല്ലാണ്ട് എൻ്റെ വർക്കിന് പോകുകയാണെങ്കിലും ക്ലാസ്സിന് പോകുകയാണെങ്കിലും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നൊരു ഷെയ്ഡാണിത്. പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഇറച്ച കളറൊന്നും യൂസ് ചെയ്യാറില്ല. ഇത് മാമർത്തിൻ്റെ തന്നെ ചോക്ലേറ്റ് ട്രഫിൾ ഷെയ്ഡാണ്. ഇത് എനിക്കൊരു ന്യൂഡ് ഷെയ്ഡായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ.
ഒരുപാട് ഇറച്ചി നിൽക്കുന്നവരെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതൊരു ബ്രൗൺ ലിപ് ലൈനറാണ്. അതുകൊണ്ട് തുമ്മൽ തന്നെ. ഈ പൊടിയെല്ലാം കൂടെ അടിച്ചിട്ട് തുമ്മാൻ ഞാൻ നിന്ന്. അങ്ങനെ ലിപ് ലൈനറും വരച്ചു കൊടുത്ത് നമ്മൾ ലിപ്സ്റ്റിക്ക് സെറ്റാക്കിയിട്ടുണ്ട്. അതൊരു ഡാർക്ക് കളർ മാസിൻ്റെ ലിപ് ലൈനറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി മുടിയുടെ അങ്ങനെ ഞാൻ മുഖത്തെ പരിപാടികളും ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം മുടിയൊന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്, ഞാൻ എന്താ ചെയ്യേണ്ടത്. എനിക്ക് എപ്പോൾ ഒരുങ്ങാൻ തുടങ്ങിയാലും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ് എൻ്റെ ഈ മുടി. എങ്ങനെയൊക്കെ കെട്ടിയാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അതുകൊണ്ട് എവിടെ പോയാലും ഞാൻ മുടി അയച്ചിട്ടിട്ടായിരിക്കും പോകുന്നത്. മിക്കവാറും ഇതും അങ്ങനെ തന്നെ നടക്കുള്ളൂ. നോക്കാം. അങ്ങനെ ഞാൻ പല വിധത്തിലും പല രൂപത്തിലും എൻ്റെ മുടി കെട്ടി നോക്കി, ചീകി നോക്കി, എന്തൊക്കെ നോക്കിയിട്ടും എനിക്കൊന്നും ഇഷ്ടമായില്ല. അവസാനം ഞാൻ അതേ മുടി അയച്ചിട്ടു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഗ്രാജുവേഷൻ ഔട്ട്ഫിറ്റും മേക്കപ്പും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മിസ്സാവില്ല. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഗ്രാജുവേഷൻ വ്ലോഗ് വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.